The magic you are looking for is in the work you're avoiding. So with this quote, let's start the day. And right now time is 5:30 a.m. and it's vlog 2 of choosing confidence over money. So today's brand promotion. We are going to again Panampalli Nagar. Last time we went, but there was no people. But right now, because that day we were so late, but today we are early. Now we have to go to our studio. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ. ലൈക്ക് ഓൺ 4th April we started our studio. അപ്പോൾ നമ്മുടെ ബാനർ എടുക്കണം ആൻഡ് കുറച്ച് പ്രോപ്പർട്ടീസ് എടുക്കണം. And today our clients will be also joining with us. I guess I have to text them if they reply, and let's see if they are coming. And athre ullu, this will be so unfiltered. I just woke up, now I have to get ready. Appo ready aayittu kaanam. So let's get ready now. Let's go. Kikali coach. ഇനി അപ്പോൾ സ്റ്റുഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആൻഡ് റെഡിയായി ഇപ്പോൾ സ്റ്റുഡിയോയിലെത്തി. ദിസ് ഈസ് അവർ സ്റ്റുഡിയോ. സോ ഇത് എരൂരാണ്, നിയർ ബൈ എസ് ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ. ആൻഡ് ബാനർ കിട്ടി നമുക്കപ്പോൾ അതെടുത്തുകൊണ്ട് ഇനി പനമ്പള്ളി നഗറിൽ പോവാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഇനി പനമ്പള്ളി നഗർ പോയിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പ് ഒരുത്തനെയും കൂടെ പിക്കപ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഇന്നലെ ഇന്നോഗ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് ആഫ്റ്റർ എവറിത്തിങ് ഒരു 12 AM ഒക്കെ ആയി. ഞാൻ ഉറങ്ങിയപ്പോഴേക്കും ഒരു 1:30 AM ഒക്കെ ആയി. അപ്പോൾ ആസ് എ ട്രെയിനർ ഐ ഷുഡ് ടേക്ക് റെസ്റ്റ് നൗ, ബട്ട് ആസ് ആൻ ഓണ്ടർപ്രനർ ഐ ഷുഡ് ബി വർക്കിംഗ് ബിക്കോസ് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് വി ഹാവ് ടു നമുക്ക് ബ്രാൻഡ് അവയർനെസ് ചെയ്തേ പറ്റുള്ളൂ. മാക്സിമം എത്ര ആൾക്കാർക്ക് നമ്മുടെ ബ്രാൻഡ് എത്തിക്കുന്നു അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഇനി പനമ്പള്ളി നഗർ എത്തിയിട്ട് നോക്കാം. എന്താണെന്ന് അറിയില്ല, എങ്ങനെയായിരിക്കും റെസ്പോൺസ് അങ്ങനെ ഒന്നും അറിയില്ല. വി ആർ ജസ്റ്റ് ഗോയിങ് ദർ. വിൽ ബി ഡൂയിങ് സം മൊബിലിറ്റി വർക്ക്സ് പ്ലസ് സം ഫൺ ഗെയിംസ്. ദിസ് വീക്കും നമുക്ക് മര്യാദക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് വി പ്ലാൻ പ്രോപ്പർ ലൈക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ്. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ലൊക്കേഷൻ എത്തിയുണ്ട്. എന്തായാലും ഇവിടെ ആരുമില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഡൂയിങ് ദ വർക്കൗട്ട് ബിക്കോസ് എവറി വീക്ക് നമുക്ക് വർക്കൗട്ട് സെഷൻ ഉണ്ട്, ലൈക്ക് ഔട്ട്ഡോർ സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ലൊക്കേഷൻ, ഇൻ പനമ്പള്ളി നഗർ. സോ ഇന്ന് ഒരു ഫുൾ ബോഡി മൊബിലിറ്റി അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൈൻറ്റ്സ്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഔട്ട്ഡോർ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റിവ്യൂ ചോദിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായി? കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ എജിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത്. ജിമ്മിൽ പോകുന്നുണ്ട്, പക്ഷേ ഓടുക, ചാടുക, പ്രോപ്പർ സ്ട്രെച്ച് ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തെങ്കിലും ഭയങ്കര എഫക്റ്റീവായിരുന്നു.
നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളിയാണ് ഭയങ്കരമായിട്ട്. നമ്മൾ ഇന്ന് വന്നപ്പോ കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ ചെയ്തില്ലെങ്കിൽ പോലും നല്ലായിരുന്നു. അത് നോക്കാം, നമുക്ക് ഫ്യൂച്ചർ കുറെ പേരെ കിട്ടിയാൽ നമ്മൾ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത, കാരണം വെച്ചാൽ എനിക്കൊക്കെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ മസിൽസ് ഉണ്ട്. ചിലര് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റണില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ലിറ്ററലി അതിന്റെ കുറച്ച് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈ ഏരിയ നമുക്ക് സ്റ്റിഫാണ്, അത് മാറ്റണം എന്നുള്ളൊരു സാധനം അതിൽ പറഞ്ഞു വരുമ്പോഴത്തേനും അടിപൊളിയാണ്. നമ്മളിപ്പോ സിമ്പിൾ ലൈനിൽ കിടന്നിട്ട് ജസ്റ്റ് ഹാൻഡ്സ് അപ്പ് ചെയ്ത, പക്ഷെ ആ സമയത്താണ് ഭയങ്കരമായിട്ട് എന്തോ സ്റ്റിഫ്നെസ് ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെറുതെ കിടന്നിട്ട് ട്രോളി കിടന്നിട്ട് കമന്ന് കിടന്നിട്ട് കൈ പൊക്കുന്നുള്ളൂ. ബട്ട് അതിലാണ് നമുക്ക് എക്സസൈസ് സിമ്പിൾ ആയിട്ട് തോന്നെങ്കിലും എഫക്റ്റീവ് ആണ്. പുറമെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം ഇത്രയുള്ള സാധനം, പക്ഷെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാവുന്നത്. നമ്മൾ ഇനി അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഔട്ട്ഡോർ സെഷനൊക്കെ നമുക്ക് ഓരോ ഡാൻസോ അങ്ങനെ ഇച്ചിരി ഫൺ ഗെയിംസ് അങ്ങനെ. അപ്പൊ നമ്മുടെ ഗെയിംസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? നമ്മുടെ എത്ര വലുതായാലും നമ്മളെ ഒരു ചൈൽഡ്നെസ്, അതാണ് മെയിൻ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളിപ്പോ ഈ വർക്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നേച്ചറായിട്ട് ട്രെയിൻ ചെയ്യുക, അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിലാക്സിംഗ് ആണ്. നോർമലി സൺഡേസ് എന്ന് പറയുന്നത് ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ 9:30-10 മണിയാവും. പക്ഷെ ഞാൻ തന്നെ എന്നെ ഒന്ന് പുഷ് ചെയ്തു നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അത് വർത്തിട്ടായിരുന്നു. അതെ, ഡെഫിനറ്റ്ലി. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഡോർ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വല്ല കാലിസ്റ്റനിക്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് അടുത്ത തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഹോപ്പ് എവരി വൺ ലൈക്ഡ് ഇറ്റ്. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ സൂൺ സ്റ്റുഡിയോ റിലേറ്റഡ് ലൈക്ക് ട്രെയിനിങ് വർക്ക് വീഡിയോസ് എവറിത്തിങ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൈമിംഗ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡേയ്സ് എന്ന് പറയുമ്പോൾ Friday, Saturday and Sunday. ആൻഡ് ടൈമിങ്സ് ഇറ്റ്സ് ലൈക്ക് 4 to 5 PM. ഇറ്റ്സ് ഫോർ ലൈക്ക് കിഡ്സ് 11 years old to 18 years old. ആൻഡ് പിന്നെ ബാച്ച് ടൈമിംഗ് 6 to 7 PM ആൻഡ് 7 to 8 PM. അത് ബാച്ച് ഫോർ എവ്രി വൺ ആണ്, ലൈക്ക് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്കും വരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് എവരി വൺ ലൈക്ഡ് ഇറ്റ്. ലെറ്റ്സ് സീ. നമ്മൾ ഇന്ന് അധികം ആൾക്കാരുണ്ടായില്ല, ബട്ട് ഫോർ ദം ദേ ആർ മൈ ക്ലയൻസ് ആൻഡ് ദേ ഹാഡ് ഔട്ട്ഡോർ സെഷൻ. സോ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തു പനമ്പള്ളി നഗറിൽ. ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ ഇറ്റ് വിൽ ബി എയ്തർ എനി ബീച്ച്. അതിന് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. സോ ടിൽ ദെൻ, യാ, ദാറ്റ്സ് ഓൾ. ബൈ.